أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم أربع شهادات بالله إنه لمن الصادقين. والخامسة أن لعنة الله عليه إن كان من الكاذبين. ويدرأ عنها العذاب أن تشهد أربع شهادات بالله إنه لمن الكاذبين. والخامسة أن غضب الله عليها إن كان من الصادقين. ولولا فضل الله عليكم ورحمته وأن الله تواب حكيم. الله العظيم. സൂറത്തു നൂർ 6 മുതൽ 10 വരെയുള്ള 5 ആയത്തുകൾ ഒന്നിച്ച് വായിച്ചാൽ മാത്രമേ ആശയം വ്യക്തമാകുകയുള്ളൂ എന്നതുകൊണ്ടാണ് അല്പം അധികം 5 ആയത്തുകൾ ഒന്നിച്ച് വിവരിക്കുന്നത്. വല്ലദീന യർമൂന, ആരോപണം ഉന്നയിക്കുന്നവർ, അസ്വാജഹും, അവരുടെ ഇണകളെ, വലം യകുല്ലഹും, ഉണ്ടായിട്ടില്ലാതിരിക്കെ അല്ലെങ്കിൽ അഥവാ ഇല്ലാതിരിക്കെ, ശുഹദാഉ, സാക്ഷികൾ, ഇല്ലാ അംഫുസുഹും, അവർ സ്വന്തങ്ങൾ അഥവാ തങ്ങളല്ലാതെ എന്നർത്ഥം. ഫശഹാദത്തു അഹദിഹിം, അപ്പോൾ അവരിൽ ഒരാളുടെ സാക്ഷ്യം, അർബഉ ഷഹാദാത്തിൻ ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് 4 തവണ സാക്ഷ്യം പറയലാണ്. ഇന്നഹു ലമിന സാദിഖീൻ, നിശ്ചയം അവൻ സത്യവാന്മാരിൽപ്പെട്ടവൻ തന്നെയാണെന്ന്. വൽ ഖാമിസത്തു, 5-മത്തേത് അല്ലെങ്കിൽ 5-മത്തെ സാക്ഷ്യം, അന്ന ലഅനത്തല്ലാഹി അലൈഹി, അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാവട്ടെ എന്നാണ് അഥവാ എന്ന് പറയലാണ്. ഇൻ കാന മിനൽ കാദിബീൻ, അവൻ കള്ളം പറയുന്നവരിൽ പെട്ടവനാണെങ്കിൽ. വയദ്റഉ അൻഹൽ അദാബ, വയദ്റഉ തടയും, അൻഹ അവളിൽ നിന്ന്, അൽ അദാബ ആ ശിക്ഷയെ അഥവാ വ്യഭിചാരത്തിന്റെ ശിക്ഷയെ, അൻ തഷ്ഹദ അവൾ സാക്ഷ്യം വഹിക്കൽ ശിക്ഷയെ തടയും എന്നർത്ഥം. അർബഅ ഷഹാദാത്തിൻ, 4 സാക്ഷ്യങ്ങൾ, ബില്ലാഹി അല്ലാഹുവിനെ കൊണ്ട്, ഇന്നഹു ലമിനൽ കാദിബീൻ, നിശ്ചയം അവൻ കളവ് പറയുക എന്നവരിൽ പെട്ടവനാണെന്ന്. വൽ ഖാമിസത്ത എന്ന് പറഞ്ഞാൽ അൻ തഷ്ഹദ അർബഅ വൽ ഖാമിസത്ത ആണ് 5-ാം വട്ടം അല്ലെങ്കിൽ 5-മത്തേത്. അന്ന ഗളബല്ലാഹി അലൈഹ, അല്ലാഹുവിന്റെ ശാപം, അല്ലാഹുവിന്റെ കോപം അവൾക്ക് മേലുണ്ടാവട്ടെ എന്ന് പറയലാണ്. ഇൻ കാന മിനസ് സാദിഖീൻ, അവൻ സത്യവാന്മാരിൽ പെട്ടവനാണെങ്കിൽ. വലൗലാ ഫദ്ലുല്ലാഹി, അല്ലാഹുവിന്റെ ഔദാര്യം ഇല്ലായിരുന്നുവെങ്കിൽ, അലൈക്കും നിങ്ങൾക്കുമേൽ, വറഹ്മത്തുഹു അവന്റെ കാരുണ്യവും, അന്നല്ലാഹ എന്ന് പറഞ്ഞാൽ ലൗല അന്നല്ലാഹയാണ്, അല്ലാഹു അല്ലായിരുന്നുവെങ്കിലും, തവ്വാബുൻ തൗബ സ്വീകരിക്കുന്നവനും, ഹക്കീമുൻ യുക്തിമാനും ആയിരുന്നെങ്കിലും എന്ന് പറഞ്ഞു വെക്കുകയാണ്. ബാക്കി അണ്ടർസ്റ്റുഡ്.
ഈ 5 ആയത്തുകളാണ് ആയാത്തുൽ ലിആൻ, ശാപപ്രാർത്ഥനയെ പറ്റി പറയുന്ന ആയത്തുകൾ. ഇസ്ലാമിലെ ലിആൻ നിയമം ഇതിന്റെ പേരിൽ ഈ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതിന്റെ വിഷയം സൂറത്തുൻ നൂർ ഒറ്റയടിക്കല്ല അവതരിച്ചത് എന്നുകൂടി വ്യക്തമാക്കുന്ന ഒരു കാര്യമാണിത്. അഥവാ കഴിഞ്ഞ ആയത്തിൽ ഭാര്യക്കെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിച്ചാൽ എന്നിട്ട് സാക്ഷികളെ കൊണ്ടുവരാതെ ആരോപണം ഉന്നയിച്ചവർക്ക് 80 അടി അടിക്കും എന്ന് പറഞ്ഞു. അപ്പൊ വ്യഭിചാരം കണ്ടാൽ 4 സാക്ഷികൾ ഇല്ലെങ്കിൽ പുറത്തു പറയാതിരുന്നാൽ മതി. അയാളെ ഉപദേശിക്കുകയോ പശ്ചാത്തപിക്കാൻ പ്രേരിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. സാക്ഷികളില്ലെങ്കിൽ പുറത്ത് ആരോപണം ഉന്നയിക്കാതിരിക്കാം അയാൾക്ക്. അതുകൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല, അയാളെ ബാധിക്കുന്ന കാര്യമല്ല. എന്നാൽ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ വ്യഭിചരിക്കുന്നതായിട്ട് നേരിട്ട് കണ്ടാൽ ഇത് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. മേലായത്തിന്റെ അടിസ്ഥാനത്തിൽ സഹാബിമാരിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉന്നയിക്കുന്നത് ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ വിശദമായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ദീർഘമായി പരാമർശിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് ചുരുക്കുകയാണ്. അതിന്റെയൊക്കെ ചുരുക്കം ഇത്രയാണ്. കഴിഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിച്ചാൽ 4 സാക്ഷികളില്ലെങ്കിൽ 80 അടി അടിക്കും. ഇനി ഒരു സഹാബി റസൂലുള്ളാഹിനോട് സാങ്കല്പികമായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്, ഭാര്യ വ്യഭിചരിക്കുന്നത് നേരിട്ട് കാണുമ്പോൾ അത് ബോധ്യപ്പെടുത്താൻ തെളിവുണ്ടാക്കാൻ വേണ്ടി സാക്ഷികളെ തെരഞ്ഞു പോയാൽ അത് തിരിച്ചു വരുമ്പോഴേക്കിന് അവനവന്റെ കാര്യം നടത്തി പോയിട്ടുമുണ്ടാകും. ഇത് പുറത്തു പറയാൻ കഴിയാത്തത് കൊണ്ട് ഭാര്യയെ സ്വന്തം കൂടെ നിർത്തി പിന്നെ അതിലുണ്ടാകുന്ന കുഞ്ഞിനെ വരെ സ്വന്തം കുഞ്ഞാണെന്ന് അംഗീകരിച്ച് വെക്കേണ്ടി വരും. ഇതിൽ വിഷയമാകുന്നത് ഭാര്യയുടെ വ്യഭിചാരം ഒരാൾ കണ്ടു, എന്നിട്ട് തെളിവില്ല, പുറത്ത് പറയുന്നില്ല എങ്കിൽ പ്രശ്നമൊന്നുമില്ല. അവളെ പശ്ചാത്തപിക്കാൻ പ്രേരിപ്പിച്ചു, അപ്പോഴും പ്രശ്നമില്ല. ഇനി അല്ലെങ്കിൽ അതിന്റെ മേൽ അവളെ ഒഴിവാക്കി തലാക്ക് ചൊല്ലി, ഈ കാരണം വെളിപ്പെടുത്താതെ താല്പര്യമില്ല എന്ന് പറഞ്ഞ് തലാക്ക് ചൊല്ലിയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ വിഷയമാകൽ എവിടെയാണെന്ന് വെച്ചാൽ ഈ ബന്ധത്തിൽ കുഞ്ഞുണ്ടാകും. അപ്പൊ അത് എന്റെ കുഞ്ഞാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും. പക്ഷെ വ്യഭിചരിക്കുന്നത് നേരിട്ട് കണ്ടു, അല്ലെങ്കിൽ താനിൽ വീട്ടിൽ ഒന്നിച്ചില്ലാത്ത സമയത്ത് അവൾ ഗർഭിണിയായി, അങ്ങനെ ബോധ്യപ്പെട്ടു, പക്ഷെ വ്യഭിചരിച്ചതിന് തെളിവില്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിൽ ആ കുഞ്ഞിനെ അംഗീകരിക്കേണ്ടി വരും. അപ്പൊ അത് എന്റെ കുഞ്ഞല്ല എന്ന് വാദിക്കണമെങ്കിൽ അവൾ വ്യഭിചരിച്ചു എന്ന് സമർത്ഥിക്കേണ്ടി വരും. സമർത്ഥിക്കാൻ തെളിവില്ലാതിരിക്കുകയും ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിന്റെ കീഴിലുള്ള സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ആയത്ത് വിശദീകരിക്കുന്നത്. അപ്പൊ ഇത് എന്റെ കുഞ്ഞല്ല എന്ന് വാദിക്കുന്നയാള് അവള് വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടു എന്നോ, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ അംഗീകരിക്കുകയില്ല, അത് വ്യഭിചാരത്തിൽ ഉണ്ടായതാണ് എന്നോ പറയുകയും അതിന്റെ പേരിൽ ബന്ധം വേർപ്പെടുത്തുകയും വേണമെങ്കിൽ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ ചെയ്യേണ്ടത് അതാണ് ഈ പറയുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയത്ത് മാത്രമാണ്, പ്രാക്ടിക്കൽ അല്ല. കാരണം ഇസ്ലാമിക ശരീഅത്ത് നിയമമായി നടപ്പിലാക്കുന്നിടത്ത് മാത്രമേ ഇതിന് പ്രസക്തി ഉണ്ടാകുകയുള്ളൂ. ആധുനിക കാലത്ത് ഒന്നുകിൽ പുറത്തു പറയാതിരിക്കുക, അല്ലെങ്കിൽ ക്ഷമിക്കാനും പശ്ചാത്തപിക്കാനും പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ ഈ കാരണം വെളിപ്പെടുത്താതെയോ വെളിപ്പെടുത്തിയോ വിവാഹമോചനം ചെയ്യുക എന്നതല്ലാതെ ഭാര്യയുടെ പേരിൽ ഇതിന്റെ പേരിൽ കേസ് കൊടുക്കാൻ പോലും വകുപ്പില്ല. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം നിയമാനുസൃതമാണ് എന്നാണ് അവസാനം ഇപ്പൊ നമ്മുടെ ഭരണകൂടമൊക്കെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ നിയമം പഠിക്കാം എന്നതും അതുപോലെ വ്യഭിചാരവും വ്യഭിചാരാരോപണവും ഒക്കെ ഗുരുതരമായ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാനും ഉപകരിക്കും എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിന്റെ പ്രയോറിറ്റി. വല്ലദീന യർമൂന അസ്വാജഹും വലം യകുല്ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും. ഭാര്യമാരുടെ പേരിൽ അസ്വാജഹും എന്നാണ് പറഞ്ഞത്.
അത് ഭാര്യയുമാകാം ഭർത്താവുമാകാം. സൗജി എന്ന വാക്ക് ആണിനും പെണ്ണിനും ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ ആയത്തുകളും അതിന്റെ പശ്ചാത്തലമായി പറയപ്പെടുന്ന അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളും ഒക്കെ ഭാര്യമാരുടെ മേൽ വ്യഭിചാരം ആരോപിക്കുന്ന കേസിൽ മാത്രമേ പറയപ്പെട്ടിട്ടുള്ളൂ. ഒരുപക്ഷെ മറ്റുള്ള കേസുകൾ ഇല്ലാതിരിക്കുന്നത് കൊണ്ടുമാകാം. അതുപോലെ ഈ സന്താനത്തെ ഏറ്റെടുക്കേണ്ടി വരിക എന്ന ഗതികേട് അനുഭവിക്കേണ്ടി വരുന്നത് കൊണ്ടുമാകാം. മറിച്ച് പുരുഷന്റെ വ്യഭിചാരം സ്ത്രീ അഥവാ ഭർത്താവിന്റെ വ്യഭിചാരം സ്ത്രീ കണ്ടാൽ അയാളുടെ ജീവിത വിശുദ്ധിയുടെ കാര്യത്തിൽ മാത്രമേ ആക്ഷേപമുള്ളൂ. അവൾക്ക് വേണമെങ്കിൽ ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ പശ്ചാത്തപിച്ചുകൊണ്ട് തുടരുകയും ചെയ്യാം. അതുകൊണ്ടാണ് അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തത് കൊണ്ട് അവൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും കിട്ടാൻ പോകുന്നില്ല. അയാൾ കുറ്റം സമ്മതിച്ചാൽ അയാളെ എറിഞ്ഞു കൊല്ലുക, പെണ്ണിന് ഭർത്താവില്ലാതെയാക്കുകയാണല്ലോ ചെയ്യുക. അതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ കേസുകൾ ഇല്ലാത്തത്. പക്ഷെ നിയമത്തിൽ രണ്ടും ഒരുപോലെയാണ്. അങ്ങനെ ഇണകളുടെ മേൽ വ്യഭിചാരം ആരോപിക്കുകയും തങ്ങളല്ലാതെ വേറെ ആരും അത് കാണാനില്ല അല്ലെങ്കിൽ അതിന് സാക്ഷിയില്ലാതെ വരികയും ചെയ്താൽ ഷഹാദത്ത് അപ്പൊ അവർക്ക് കേസ് കൊടുക്കാം. സ്വയം സാക്ഷി വീട്ടിലിരുന്ന് സാക്ഷ്യം പറയുക ഒന്നുമല്ല, അവർക്ക് ഇസ്ലാമിക കോടതിയുടെ മുമ്പിൽ ചെല്ലാം വ്യഭിചാരം ആരോപിച്ചുകൊണ്ട്. അപ്പോൾ അവർക്കിടയിൽ കോടതി സ്വീകരിക്കേണ്ട നടപടിക്രമമാണ് ഈ ആയത്ത് പറയുന്നത്. അവരെന്ത് വേണം? ഭർത്താവ് സാക്ഷ്യം പറയണം, അള്ളാഹുവാണ് സത്യം, ഇവള് വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു എന്ന് അള്ളാഹുവിൽ ആണയിട്ടുകൊണ്ട് അവൻ 4 തവണ പറയണം. 4 സാക്ഷികൾക്ക് പകരം അവൻ 4 തവണ പറയണം. എന്നിട്ട് അവൻ അതിൽ സത്യമാണ് പറയുന്നത് എന്ന് ഉറപ്പിച്ചു പറയണം 4 തവണ. വൽ ഖാമിസത്തു അന്ന ലഅനത്തല്ലാഹി അലൈഹി ഇൻ കാന മിനൽ കാദിബീൻ. 5-ാം തവണ അവൻ പറയണം, ഞാനീ പറയുന്നത് നുണയാണെങ്കിൽ അള്ളാഹുവിന്റെ കോപം, അള്ളാഹുവിന്റെ ശാപം എന്റെ പേരിൽ ഉണ്ടാവട്ടെ എന്ന്. ഇത്തരമൊരു കേസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ ഇബ്നു ഉമയ്യയുടെ കേസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം 4 തവണ പറയുമ്പോഴും ഓരോ തവണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുന്നുണ്ടായിരുന്നു, ദുനിയാവിലെ ശിക്ഷ, പരലോക ശിക്ഷ, പരലോകത്തെ ശിക്ഷ ഇതിനേക്കാൾ കടുപ്പമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ തവണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ബോധ്യമുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി എന്ന് രണ്ടാളെയും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നിട്ടും 4 തവണ പറഞ്ഞു. 5-മതും ഓർമ്മിപ്പിച്ചു. എന്നിട്ടും പറഞ്ഞു, ഞാൻ നുണ പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപം എൻ്റെ മേലുണ്ടാവട്ടെ. കാരണം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കഴിവുള്ളവനാണ്, ഉണ്ടെന്നും അവൻ കഴിവുള്ളവനാണ് എന്നും അവൻ എല്ലാം കേൾക്കുന്നവനാണെന്നും അംഗീകരിക്കുന്ന ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ശാപം എൻ്റെ മേലുണ്ടാവട്ടെ എന്ന് പറയാൻ കഴിയില്ല. അതാണ് ഈ നിയമത്തിന്റെ ബലമെന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ സന്നദ്ധനാണ് ഞാൻ, അത്രയും ബോധ്യം എനിക്കുണ്ട് എങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് പോകേണ്ടതുള്ളൂ എന്നർത്ഥം. അങ്ങനെ ഏറ്റു പറയണം. അങ്ങനെ ഏറ്റു പറഞ്ഞിട്ട് പെണ്ണ് അത് സമ്മതിക്കുകയാണെങ്കിൽ വിവാഹിതയായ വ്യഭിചാരിക്കുള്ള ശിക്ഷ അവളുടെ മേൽ നടപ്പിലാക്കും. അല്ല, അവൾക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ നിഷേധിക്കുകയാണെങ്കിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. അതാണ് പിന്നെ പറയുന്നത്. അഥവാ ഇങ്ങനെ സാക്ഷ്യം പറയാൻ അവൻ തയ്യാറായില്ലെങ്കിൽ, വ്യഭിചാര ആരോപണം ഉന്നയിക്കുകയും എന്നിട്ട് ലിആന് പ്രകാരം ശാപപ്രാർത്ഥന നടത്താൻ തയ്യാറാകുകയും ചെയ്യുന്നില്ലെങ്കിൽ അവന്റെ പേരിൽ വ്യഭിചാര ആരോപണത്തിനുള്ള 80 അടി ശിക്ഷ കൊടുക്കും. അതേ സമയത്ത് അവനതിൽ ഉറച്ചു നിന്നു പറഞ്ഞു. അപ്പൊ പിന്നെ പെണ്ണ് അത് സമ്മതിക്കുകയാണെങ്കിൽ പെണ്ണിന്റെ മേൽ ശിക്ഷ നടപ്പിലാക്കും. അവന്റെ സത്യം പരിഗണിച്ചുകൊണ്ട് മൗനം സമ്മതം, അല്ലെങ്കിൽ പെണ്ണ് അംഗീകരിച്ചു, പെണ്ണ് സമ്മതിച്ചു എന്ന നിലയിൽ. എന്നാൽ പെണ്ണ് ഇത് നിഷേധിക്കുകയാണെങ്കിൽ അവൾക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് പിന്നെ പറയുന്നത്. വയദ്റഉ അൻഹൽ അദാബ അൻ തഷ്ഹദ 4 ഷഹാദാത്തിൻ ബില്ലാഹ്. അവളിൽ നിന്ന് ശിക്ഷയെ തടയും. അവൾ ഇതുപോലെ അള്ളാഹുവിന്റെ പേരിൽ സാക്ഷ്യം വഹിക്കണം. ഇന്നഹു ലമിനൽ കാദിബീൻ. അവൻ കള്ളം പറയുകയാണ്, അഥവാ ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, വ്യഭിചരിച്ചത് കണ്ടു എന്ന് അവൻ പറയുന്നത് കള്ളമാണ് എന്ന് 4 തവണ അള്ളാഹുവിൽ സത്യം ചെയ്ത് അവൾ പറയണം. വൽ ഖാമിസത്ത അന്ന ഗളബല്ലാഹി അലൈഹ ഇൻ കാന മിനസ് സാദിഖീൻ. എന്നിട്ട്
അഞ്ചാമത്തെ തവണ അവൻ സത്യസന്ധനാണെങ്കിൽ അഥവാ അവൻ പറയുന്നത് ഉള്ളതാണെങ്കിൽ അള്ളാഹുവിന്റെ കോപം, മുകളിൽ ശാപമാണ് പറഞ്ഞത്, ഇത് കോപമാണ്, കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്, അത് എൻ്റെ മേൽ ഉണ്ടാവട്ടെ എന്ന് അവൾ പറയുകയും വേണം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭരണകൂടം ചെയ്യേണ്ടത് അവരെ രണ്ടാളെയും വേർപ്പെടുത്തുകയാണ്. പിന്നീട് തിരിച്ചെടുക്കാനോ യുദ്ധകാലത്ത് ഒന്നിക്കാനോ അല്ലെങ്കിൽ പിന്നീട് വിവാഹം ചെയ്യാനോ ഒന്നും അവർക്ക് യഥാർത്ഥത്തിൽ കഴിയുകയില്ല. പിന്നെ അതുപോലെ ഈ തലാഖിനെ തുടർന്നുള്ള ചെലവിന് കൊടുക്കൽ, യുദ്ധകാലത്തെ ചെലവിന് കൊടുക്കൽ, ജീവനാംശം കൊടുക്കൽ, ഇങ്ങനെയുള്ള ബാധ്യതകളൊന്നും പുരുഷന്റെ മേൽ ഉണ്ടാവുകയില്ല. അവർക്ക് കൊടുത്ത മഹർ തിരിച്ചു വാങ്ങാൻ വകുപ്പുണ്ടാകുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ ആരോപണത്തിൽ കുട്ടിയുടെ കേസുണ്ടെങ്കിൽ കുട്ടിയെ പിന്നീട് ഉമ്മയിലേക്ക് ചേർത്ത് വിളിക്കപ്പെടും. എന്നാൽ കുട്ടിയുടെ പേരിൽ ആരോപണം ഉന്നയിക്കുകയില്ല. അതുപോലെ തന്നെ ഈ സംഭവത്തിന് ശേഷം പരസ്പരം ആരോപണം ഉന്നയിച്ചാൽ വ്യഭിചാരം, അപ്പൊ അതോടുകൂടി അവർ ഭാര്യാഭർത്താക്കന്മാരല്ലാതെയായി. ഭാര്യാഭർത്താക്കന്മാരല്ലാതെയായ ശേഷം പിന്നീട് വ്യഭിചാരാരോപണം പറഞ്ഞു വരുത്തിയാൽ അതിന് മറ്റേ ശിക്ഷ 80 അടി രണ്ടാൾക്കും കൊടുക്കുക എന്ന ശിക്ഷ അവർ വിധേയമാക്കും. അതാണ് പിന്നീടുള്ള നടപടിക്രമം. ഇങ്ങനെയാണ്. സാക്ഷികളില്ല, എന്നാൽ കണ്ടു നിൽക്കാൻ കഴിയുകയുമില്ല ഒറ്റക്കായതുകൊണ്ട്. അങ്ങനെ വരും ദാമ്പത്യത്തിന്റെ ഇടയിൽ വ്യഭിചാരം കടന്നു വന്നാൽ. അപ്പോ ഉള്ള നിയമം അതാണ് ലിആൻ നിയമം എന്ന് പറയുന്നത്. ഈ സൂറത്ത് ആലിമ്രാനിൽ നജ്റാനിലെ ക്രിസ്ത്യാനികളോട് ഇതുപോലെ ഒരു ശാപപ്രാർത്ഥന, അത് ഈ വിഷയത്തിലല്ല, കള്ളം പറയുന്ന പേരിൽ അള്ളാഹുവിന്റെ ശാപം ഇറങ്ങിക്കൊള്ളട്ടെ എന്ന് നമുക്ക് പറയാം എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയും അവർ പറയാൻ തയ്യാറില്ലാതെ പിരിഞ്ഞു പോകുകയും അതിനെ തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കൊണ്ട് മേൽക്കോയ്മ അംഗീകരിപ്പിക്കുന്ന കരാറിൽ ഒപ്പിടിക്കുകയുമാണ് നല്ലോ ചെയ്തത്. അതാണ് പിന്നീട് ഖുർആനിൽ അതിന് മുബാഹല എന്നാണ് പറയുക, ഇതിന് ലിആൻ എന്നാണ് പറയുക. എന്നിട്ട് പിന്നെ പറയുന്നത് ഇതിന്റെ ഗൗരവാവസ്ഥ മനസ്സിലാക്കാനാണ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു വഅന്നല്ലാഹ തവ്വാബുൻ ഹകീം. അള്ളാഹുവിന്റെ ഫദ്ല്, കാരുണ്യവും നിങ്ങൾക്ക് മേൽ ഇല്ലാതിരിക്കുകയും അതുപോലെ അള്ളാഹു താല തവ്വാബുൻ ഹക്കീമും ആയിരുന്നില്ലെങ്കിലും ഉണ്ടല്ലോ എന്നാണ്. ഇല്ലെങ്കിൽ ബാക്കി അണ്ടർസ്റ്റുഡ്. എന്താ സംഭവം? ഇങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യവും ഫദ്ലും ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ലിആന് നടത്തുന്നതിൽ ആരോ ഒരാൾ ശുദ്ധ കള്ളമാണല്ലോ പറയുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് അപ്പോൾ തന്നെ അവരുടെ ശാപമുണ്ടാകട്ടെ എന്നോ കോപമുണ്ടാകട്ടെ എന്നോ പറയുമ്പോൾ അപ്പോൾ തന്നെ അങ്ങോട്ട് തലയിൽ ഇടുത്തി വീഴാത്തത്. അവരതിന്റെ പേരിൽ അതിൽ കള്ളം പറയുന്നയാള് അപ്പോൾ തന്നെ നശിക്കാത്തത് ഒക്കെ എന്തുകൊണ്ടാണ്? പിന്നീട് അവർ പശ്ചാത്തപിച്ചാൽ, പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്ന് പുരുഷൻ പറയുക, അപ്പോൾ അവനെ 80 അടി അടിക്കും പിൽക്കാലത്താണെങ്കിലും. അതുപോലെ തന്നെ അവൻ പറഞ്ഞത് സത്യം തന്നെയായിരുന്നു, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പിൽക്കാലത്ത് സമ്മതിച്ചാൽ അവളുടെ പേരിൽ ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യും. അതിൽ പണ്ഡിതന്മാർക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവന്റെ സാക്ഷ്യം കൊണ്ട് ബന്ധം വേർപ്പെടുത്താൻ മാത്രമേ പറ്റുകയുള്ളൂ. ശിക്ഷ നടപ്പിലാക്കണമെങ്കിൽ അതിന്റെ മുമ്പ് പറഞ്ഞതുപോലെ 4 സാക്ഷികൾ ഉണ്ടായാൽ തന്നെ ശിക്ഷ നടപ്പിലാക്കുള്ളൂ, അല്ലാതെ ലിആന് കൊണ്ട് ശിക്ഷ നടപ്പിലാക്കുകയില്ല എന്നൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഒരുപാട് ഉപനിയമങ്ങളും ഉപവകുപ്പുകളും അതുപോലെയുള്ള ക്ലോസുകളും ചർച്ചകളും ഒക്കെ ഉള്ള ഒരു ആയത്തുകളാണ് ഇത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രസക്തിയില്ല. കാരണം ഇങ്ങനെ ഒരു ലിആനും അങ്ങനെ ഒരു വേർപ്പെടുത്തലും ഒന്നും ഇല്ല. ഭാര്യയുടെ വിചാരം നേരിട്ട് കണ്ടാൽ വേഗം ഒഴിവാക്കാം, അല്ലെങ്കിൽ പശ്ചാത്തപിക്കാൻ പ്രേരിപ്പിക്കാം, എന്നിട്ട് നന്നാക്കി എടുക്കാം എന്നല്ലാതെ വേറെ ഓപ്ഷനുകളൊന്നുമില്ല. കുട്ടിയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പോൾ പഴയതിനേക്കാൾ സൗകര്യമുണ്ട്. അതിനുവേണ്ടി ലിആന് നടത്തേണ്ടതുമില്ല. കാരണം ഈ DNA ടെസ്റ്റ് പോലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ലഭ്യമായതുകൊണ്ട് തന്നെ ലിആൻ നടത്തി കുട്ടി എൻ്റെതല്ല എന്ന് സ്ഥാപിക്കേണ്ട ആവശ്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ലതാനും. അതുകൊണ്ട് തന്നെ വലിയ പ്രസക്തിയില്ല. അതേസമയത്ത് ഇസ്ലാമിക ശരീഅത്ത് ഉള്ളിടത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ആ നിലക്ക് അതിന്റെ എല്ലാ ചർച്ചകളോടും കൂടി വിശദീകരിക്കുന്നുണ്ട് സയ്യിദ് മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആനിൽ. താല്പര്യമുണ്ടെങ്കിൽ അത് വായിക്കാവുന്നതാണ്. അതെല്ലാം വായിച്ചിട്ട് വേണം ഈ ക്ലാസ് എടുക്കാൻ. അങ്ങനെ പല തഫ്സീറുകളിൽ വന്നതൊക്കെ വായിച്ച ശേഷമാണ് എടുക്കാന്നുള്ളത് കൊണ്ടാണ് ഇന്നലെയും മിനിഞ്ഞാന്നും ക്ലാസ് എടുക്കാനും പറ്റാതിരുന്നത്. കാരണം വായിച്ച് തീരാതെ
ഒരുപാട് ഒരുപാട് പല തഫ്സീറുകളിലും ഇതേ സംബന്ധിച്ച് വന്ന റിപ്പോർട്ടുകളും ഹദീസുകളും ഒക്കെ പരിശോധിക്കാതെ ഇത് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് കൂടിയാണ് ക്ലാസ് എടുക്കാൻ കഴിയാതിരുന്നത് ഇന്നലെയും തന്നെയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നത്, അങ്ങനെ അതിന്റെ ഗൗരവം വെളിപ്പെടുത്തുകയാണ്. ഈ പറഞ്ഞത് ഉടനെ അപ്പോൾ അവിടെ തന്നെ വെച്ച് നുണ പറയുന്ന ആളുടെ മേൽ ഇടുത്തി വീഴാത്തത്, അല്ലെങ്കിൽ അള്ളാന്റെ ശാപം അപ്പോൾ തന്നെ അങ്ങോട്ട് ഇറക്കാത്തത്, അതിന്റെ ഫലമായിട്ട് അവർക്ക് നാശമുണ്ടാക്കാത്തത് അള്ളാന്റെ ഫضല് കൊണ്ടും റഹ്മത്ത് കൊണ്ടുമാണ്. അത് പേടിച്ചിട്ടാണ് നജ്റാനിലെ ക്രിസ്ത്യാനികൾ ഞങ്ങൾ ഇങ്ങനെ ഒരു മുബാഹലക്ക് ഇല്ല എന്ന് പറഞ്ഞു പോയത്. കാരണം അവരിലെ പുരോഹിതൻ തന്നെ അവരോട് പറഞ്ഞു, ഇയാൾ പറയുന്നത് പോലെ ഇത് യഥാർത്ഥ നബിയാണെങ്കിൽ നമ്മുടെ എല്ലും തോലും പോലും ഇവിടുന്ന് ബാക്കി കിട്ടുകയില്ല എന്ന് പറഞ്ഞ് കാരണം അവർക്ക് അറിയാം അള്ളാഹുവിനെ. എന്നതുപോലെ ഇത് പറയാൻ കഴിയുന്ന ആൾ ആലോചിക്കണം, അള്ളാന്റെ ഫضലില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല, നശിച്ചു പോയിട്ടുണ്ടാകുമായിരുന്നു എന്ന്. അതുപോലെ അന്നല്ലാഹ തവ്വാബുൻ ഹക്കീം, പിന്നീട് പശ്ചാത്തപിക്കുകയും തൗബ ചെയ്യുകയുമാണെങ്കിൽ അതും അല്ലാഹു തആല സ്വീകരിക്കുന്നവനുമാണ്. അത് ആരുടേതാണ് യഥാർത്ഥ തൗബ, ആത്മാർത്ഥമാണോ, എന്ത് വകുപ്പാണ് അതിന് വേണ്ടത് എന്നൊക്കെ അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം. അല്ലെങ്കിലോ ശാപപ്രാർത്ഥന നടത്തുന്ന ഉടനെ നശിപ്പിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കള്ള വ്യഭിചാര ആരോപണം ഉന്നയിക്കുന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകുകയും കോപമുണ്ടാകുകയും ഒക്കെ ചെയ്യുകയും അത് വലിയ ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്തേനെ എന്നൊക്കെയുള്ള ധ്വനിപ്പിക്കലാണ്. ബാക്കി പറയാതെ, അല്ലെ ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ, ഇനി മേലാൽ ഇതിവിടെ കണ്ടാലുണ്ടല്ലോ, ഞാനായിരുന്നെങ്കിലുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ബാക്കി പറയാതെയുള്ള ഒരു പ്രയോഗമാണ് ഈ 10-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ശരിയായി പഠിക്കാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.